നമസ്കാരം, വെൽക്കം ടു പ്രെപ്സ്കി. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയെ കുറിച്ചുള്ള ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 5 കേരള PSC ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ എക്സാം കണ്ടക്ട് ചെയ്യുകയാണ്. സോ അതുപോലെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 23 മുതൽ നമുക്ക് 12 ജൂലൈ വരെ, അതായത് അടുത്ത മാസം 12-ാം തീയതി വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ആരും കാത്തിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്തേക്കാം. അതുപോലെയാണ് അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് ഓഗസ്റ്റ് 22 മുതൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ കേരള PSCയുടെ വെബ്സൈറ്റ് തന്നെ പ്രകാരം 75,093 ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത്. അതിൽ എത്രത്തോളം കൺഫർമേഷൻ കൊടുക്കുന്ന അറിയില്ല. എന്തായാലും ഒരു 75,000 പേർ ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്നാണ് നിങ്ങൾ മത്സരിച്ചിട്ട് ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആയിട്ട് മാറേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ ഈ കോഴ്സിന് ആളുകൾക്കുള്ള താല്പര്യം എത്രത്തോളം ഉണ്ടെന്ന് കൂടെ മനസ്സിലായല്ലോ. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പഠിച്ചിരിക്കുന്നത് തന്നെയാണ്. നമ്മുടെ ബാച്ചുകളിലൊക്കെ പഠിച്ചതും നിങ്ങൾക്ക് മുൻപുള്ള സിലബസ് ബേസ് ചെയ്ത് പഠിച്ചതൊക്കെ മതി. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതിന് കാര്യ മാറ്റം ഒന്നും പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് പോലെ പുതിയ ബാച്ച്, നമ്മളൊരു ബാച്ചൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഒരു ഫൈനൽ റിവിഷൻ ബാച്ചൊക്കെ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചിട്ടുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ബാച്ചൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ അവസാനവട്ട പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നൊരു പരീക്ഷ നടത്തിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയിലോ നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എവിടം വരെ പഠിച്ചു, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, പഠിച്ചത് തന്നെ നിങ്ങൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു എന്നോ, അല്ലെങ്കിൽ പഠിച്ചത് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അറിയാമോ, അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വീക്കായിട്ടുള്ള പോയിന്റുകളും ഏരിയകളും ടോപ്പിക്കുകളും എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് എപ്പോഴെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അപ്പൊ അതൊക്കെ ചെയ്ത് നോക്കേണ്ട സമയമാണ്. ഒരു 70 ദിവസമേ നമ്മുടെ മുന്നിൽ, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 70 ദിവസമേ ഉള്ളൂ. അതിനകത്ത് നമ്മളൊരു 60 ദിവസത്തേക്കുള്ള ഒരു എക്സാം ഓൺലി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60 ദിവസം എന്ന് വെച്ചാൽ കൃത്യമായ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ട് സബ്ജക്റ്റുകളുടെ എക്സാമുകൾ, മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ കംപ്ലീറ്റ് റിവിഷൻ എക്സാം പോലെയുള്ള എക്സാമുകൾ, പിന്നെ മുഴുവനായിട്ടും PSCയുടെ അതേ നിലവാരത്തിലും അതേ സ്റ്റൈലിലുള്ള എക്സാം, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനും PYQ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെയാണ് തുടർച്ചയായി ചോദിക്കുന്ന ഏരിയകളിൽ സാധ്യതയുള്ള ഏരിയകളിൽ PSCക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് ആ രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ആ രീതിയിൽ നിങ്ങൾക്കൊരു അവസാനഘട്ട പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ഓൺലി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എക്സാമുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. എക്സാമിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരും. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ പെർഫോമൻസും ഒക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ടൈം 60 മിനിറ്റിന്റെ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ എക്സാമുകൾ സിലബസും ടോപ്പിക്കും വെച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇപ്പം ബാച്ച് തുടങ്ങുമെന്ന് ചോദിച്ചവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. എക്സാം എഴുതി പഠിക്കാം, എക്സാം എഴുതാൻ പഠിക്കാം, ഒരു ഫൈനൽ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോംപ്രിഹെൻസീവ് മെറ്റീരിയലും അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഒരു 2 മാസം കൊണ്ട് ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമിക്കാം. ഒന്ന് നല്ല രീതിക്ക് തന്നെ പരിശ്രമിക്കാം. കാരണം 75,000 അപേക്ഷകൾ അവിടെ ഉണ്ടല്ലോ. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യാം.